വിശ്വാസപരമായ ഭിന്നിപ്പുണ്ടാക്കിയതിന് അത് ആരായാലും, അത് മെത്രാനായാലും വികാരിയായാലും സഭയ്ക്ക് പുറത്തു തന്നെയാണ്. ആ തീരുമാനമെടുക്കുന്നത് ചിലപ്പോൾ ബന്ധപ്പെട്ട അതിരൂപതയാകാം, ചിലപ്പോൾ സഭയുടെ പൗരസ്ത്യ കാര്യാലയമാകാം, ഇനി ഇത് മാർപ്പാപ്പ നേരിട്ടുമാകാം. പക്ഷേ ആരെടുത്താലും അത് സഭയുടെ ഔദ്യോഗിക നടപടി തന്നെയാണ്. അത് തന്നെയാണ് കീഴ്വഴക്കം സീറോ മലബാർ സഭയിൽ. പാപ്പയെ അംഗീകരിക്കാൻ ആരെങ്കിലും വിസമ്മതിച്ചാലും അത് തന്നെയാണ് കടുത്ത നടപടി. ഇവിടെ ഇതാ ഒരു അർജന്റീനിയൻ വൈദികനെ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് ഇടപെട്ട് പുറത്താക്കിയിരിക്കുന്നു. ചെയ്തതോ ഗുരുതരമായ കുറ്റമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാണിച്ചതുപോലെ തന്നെ ഗുരുതരമായ കുറ്റമാണത്. അല്ലെങ്കിൽ ഈ ഇറ്റാലിയൻ വൈദികൻ കാണിച്ച അതേ ഗുരുതര കുറ്റം തന്നെയാണ് ഇവിടെ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാവിരോധി വ്യക്തികളും കാട്ടിക്കൂട്ടുന്നു. ഇറ്റാലിയൻ അതിരൂപതയിൽ സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്ന അർജന്റീനിയൻ വൈദികൻ ഫാദർ ഫെർണാണ്ടോ മരിയ കോർണറ്റിനെയാണ് മാർപ്പാപ്പ നേരിട്ട് പുറത്താക്കിയത്. ഫാദർ ഫെർണാണ്ടോ ഹബീബാസ് ആന്റിപാപം എന്ന പേരിൽ എഴുതിയ പുസ്തകം ഏറെ വിവാദമായിരുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ രാജ്യ തള്ളിയിൽ പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ വിമർശിച്ചുമായിരുന്നു ആ വിവാദ പുസ്തകം. ഇറങ്ങിയപ്പോൾ തന്നെ അത് സഭാവിരുദ്ധമാണ്, സഭയ്ക്കെതിരാണ്, പിൻവലിക്കാൻ വത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ചെയ്തില്ല. അതാണ് ഈ പുറത്താക്കൽ. പറയാനുള്ളത്, നാം ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളാണ്. ക്രിസ്തുവിന്റെ അംഗങ്ങൾ പരസ്പരം കലഹിക്കരുത്. അവിടുത്തെ ശരീരം വിഭജിതമാകാതിരിക്കേണ്ടതിന് എല്ലാവരും അവനവന് ഭാരമേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്നും ഐക്യത്തിനായി പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്യാൻ വേണ്ടതെന്നുമാണ് ആവർത്തിച്ച് പറയാനുള്ളത് വിമതരോട്. ഇവിടെ ഏകീകൃത കുർബാന അർപ്പിക്കാതെ വിമതർ കള്ളനും പോലീസും കളി തുടങ്ങിയിട്ട് കാലം കുറയായി. ഏകീകൃത കുർബാന അർപ്പിക്കണം, അതാണ് പരിശുദ്ധാത്മാവിന്റെ മാർഗമെന്ന് വത്തിക്കാൻ പറഞ്ഞതാണ്. മാർപ്പാപ്പ നേരിട്ട് ആഹ്വാനം ചെയ്തതാണ്. ഒരു സന്ദേശവും അതിന്റെ പിന്നിലെ വീഡിയോ അഭ്യർത്ഥനയും ഒക്കെ പാപ്പ എറണാകുളം അതിരൂപതയിലേക്ക് നൽകിയതാണ്. എന്നിട്ടും വിമതർ അന്നും ഇന്നും വിമതർ തന്നെ. അവരെ ഇനി വിമതർ എന്ന പേര് പോലും വിളിക്കാൻ യോഗ്യതയില്ലാത്തവരായി മാറണം. സഭാവിരുദ്ധർ എന്ന് വേണം ഇനി അവരെ വിളിക്കാൻ. മാർപ്പാപ്പയെ അംഗീകരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞവരാണ് അവർ. തെരുവിലിറങ്ങി മാർപ്പാപ്പയ്ക്കും രൂപതയ്ക്കും വത്തിക്കാനുമെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് അവർ. സഭാവിരുദ്ധരാണ്. പിന്നെ എന്തിനാണ് ഈ കാത്തിരിപ്പ്? അവരെ എത്രകാലം സംരക്ഷിക്കും? അതാണ് രൂപതയ്ക്കോടുള്ള ചോദ്യം. അത് സഭയ്ക്കുള്ളിലെ ഐക്യത്തിന്റെ കെട്ടുറപ്പ് തകരാതിരിക്കാൻ അതൊന്നുകൊണ്ട് മാത്രമാണെന്ന് വ്യക്തമാകുന്നു. ഐക്യം തകരാതിരിക്കാൻ രൂപതാ നേതൃത്വവും സിനഡുമൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് കേരളത്തിലായാലും മറ്റെവിടെയായാലും. സമാധാനത്തിന്റെ ഇഷ്ടിക ഒന്നിളകിയാൽ എല്ലാം തകരുമെന്ന് സഭയ്ക്കറിയാം. ഇനി ഇറ്റാലിയൻ അതിരൂപതയിൽ സേവനം ചെയ്തു വരികയായിരുന്ന ഈ അർജന്റീനിയൻ വൈദികൻ ഫാദർ ഫെർണാണ്ടോ മരിയ കോർണറ്റിനെ പാപ്പാ വിരുദ്ധതയ്ക്ക് വത്തിക്കാൻ പുറത്താക്കാനായി മാർപ്പാപ്പയ്ക്കും വത്തിക്കാനും ആരോടും ചോദിക്കേണ്ടി വന്നില്ല. കാരണം തെളിവുകൾ കയ്യിലുണ്ടായിരുന്നു. ഇവിടെയും അത് തന്നെയാണ്. വിശ്വാസികളുടെയും ആവശ്യം അത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഈ അതിരൂപതയിൽ കിടന്നുള്ളുന്ന സഭാ വിരോധികൾക്കെതിരെ നടപടിക്ക് വത്തിക്കാൻ പറഞ്ഞിട്ടും തെളിവെല്ലാം വത്തിക്കാനിൽ വരെ എത്തിയിട്ടും പാപ്പയ്ക്ക് ഒരുപാട് മനോവിഷമം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ഈ സഭാവിരുദ്ധർ ചെയ്തു കൂട്ടിയിട്ടും സമവായം എന്ന പാമ്പ്ലാനി കൗബീനത്തിൽ പിടിച്ചു തൂങ്ങിക്കിടക്കുന്ന എന്തിനാണ് ഈ സഭാവിരുദ്ധരെ പോലെ ഔദ്യോഗിക പക്ഷം എന്നാണ് ചോദ്യം. ഇറ്റാലിയൻ വൈദികനോട് തന്റെ പുസ്തകം പിൻവലിക്കാനും അതിൽ തെറ്റുകളുണ്ടെന്ന് പരസ്യമായി പ്രസ്താവിച്ച് മാപ്പ് ചോദിക്കാനും ഫ്രാൻസിസ് പാപ്പയെ തന്നെ അംഗീകരിക്കാനും അവസരം നൽകിയിരുന്നു. ഇവിടെ അത് തന്നെയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അവർക്ക് അനുസരണത്തിന്റെ വഴിയെ നടന്ന് തിരികെ വരാൻ അവസരം നൽകിയതാണ് എത്രയോ കാലം. ഇവരത് ചെയ്തില്ല. അവിടെയോ ഫെർണാണ്ടോ മറിയ കോർണറ്റിന്റെ പേരിൽ വത്തിക്കാൻ അന്ന് കത്ത് നൽകി. കത്താണ് നൽകിയെന്ന് നോക്കണം. എന്നാൽ ഈ വൈദികൻ അത് നിരസിച്ചു. താക്കീതിന് മറുപടി നൽകാനോ തെറ്റിദ്ധരുത്താനോ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഈ മുൻ വൈദികനെ പുറത്താക്കിയത്. അതേ സംഭവവികാസങ്ങൾ തന്നെയാണ് അവിടെ. ഒരു വൈദികനെങ്കിൽ ഇവിടെ ആദ്യം നൂറുകണക്കിന് വൈദികർ, പിന്നീട് ഇപ്പോഴാ 10-ൽ താഴെ വൈദികർ. വിമതരത്രേ, സഭാവിരുദ്ധർ. അവർക്കെതിരെ എന്തുകൊണ്ടാണ് അതിരൂപത ഇതുവരെ നടപടി എടുക്കാത്തതെന്ന് വീണ്ടും വീണ്ടും വിശ്വാസികൾ ചോദിക്കുന്നുണ്ട്. അടുത്തൊരു ഞായറാഴ്ച കൂടി കടന്നു വരികയാണ്. എത്രയിടങ്ങളിൽ സർക്കുലർ പ്രകാരം ഏകീകൃത കുർബാന നടപ്പാക്കും എന്നാണ് ചോദ്യം. അതുപോലെ തന്നെ ഒന്നുകൂടി പറയാനുണ്ട്. സമവായം എന്ന് പറഞ്ഞ് അതിന്റെ മറവിൽ പച്ചയ്ക്ക് കള്ളം പറഞ്ഞ്
മീഡിയ കമ്മീഷൻ വിമതരുടെ നിലവാരത്തിലേക്ക് താഴരുത്. ഇപ്പോൾ തന്നെ പരദൂഷണങ്ങൾ കേൾക്കുന്നുണ്ട്. മീഡിയ കമ്മീഷൻ വിമത ഭാഗത്തേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മീഡിയ കമ്മീഷന് പുതിയ നേതൃത്വം വന്നപ്പോൾ വിശ്വാസികൾക്ക് പുത്തൻ ഉണർവും പ്രതീക്ഷയും കൈവന്നിരുന്നു. എന്നാൽ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായിപ്പോയി. സത്യവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തി വിമതരുടെ നിലവാരത്തിലും താഴേക്ക് മീഡിയ കമ്മീഷൻ തരം താഴുന്ന ദയനീയ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിലും എത്രയോ താഴാൻ പറ്റുമോ എന്നാണ് വിമതർ നോക്കുന്നത്. അവരിപ്പോൾ സഭാ വിരുദ്ധരായി. സഭയിൽ നിന്ന് ഏത് നിമിഷവും പുറത്തേക്ക് പോകാം. പിന്നെ അവർ വികാരിമാരല്ല. ഒരു കുർബാനയോ മാമോദീസയോ ഒരു ബലിയർപ്പണമോ ഒന്നും നടക്കാൻ അവർക്ക് അനുവാദമുണ്ടാകില്ല. പിന്നെ വചനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉരുവിട്ട് കൊണ്ട് കിടക്കാം. പഠിച്ച വചനങ്ങളല്ലേ, അത് മറന്നു പോകാതെ ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ട് പ്രാർത്ഥനയുടെ ലോകത്ത് ജീവിക്കാം. അതല്ലാതെ വിമത വൈദികർക്ക് വേറൊരു പോംവഴിയില്ല എന്ന് വത്തിക്കാൻ പല അവസരങ്ങളിലായി. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ഈ ഇറ്റാലിയൻ വൈദികന്റെ പുറത്താക്കലിലൂടെയും വത്തിക്കാൻ ശക്തമായൊരു മുന്നറിയിപ്പും സന്ദേശവുമാണ് വീണ്ടും വീണ്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ വൈദിക സഭാ വിരുദ്ധർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്.